നമസ്കാരം. കലിക പ്ലസിലേക്ക് സ്വാഗതം. CPI-യുടെ 25ാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള ഘടക സമ്മേളനങ്ങൾ രാജ്യത്തെമ്പാടും നടന്നു വരികയാണ്. ഇതിന്റെ ഭാഗമായി തുടയന്നൂർ ലോക്കലിലെ 18 ബ്രാഞ്ച് സമ്മേളനങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ചുകൊണ്ട് മെയ് 10, 11 തീയതികളിൽ നടക്കുന്ന ലോക്കൽ സമ്മേളനങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം നടന്നു. രാജ്യത്തിനകത്ത് നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ദേശാഭിമാന റാലിയും സംഘടിപ്പിച്ചു. ദേശാഭിമാന റാലി ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സമ്മേളനങ്ങൾ രാജ്യ താൽപര്യവും ജനകീയ ഐക്യവും ഊട്ടിയുറപ്പിക്കുന്നവയാണെന്ന് തെളിയിച്ചുകൊണ്ട് CPI തുടയുന്ന ലോക്കൽ സമ്മേളനത്തിന് മുന്നോടിയായുള്ള ദേശാഭിമാന റാലി ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. CPI-യുടെ 25ാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ച് നടന്ന ഘടക സമ്മേളനങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ലോക്കൽ സമ്മേളനം മണൽവട്ടത്ത് വെച്ച് നടന്നു. രാജ്യത്ത് നടക്കുന്ന ഭീകരവാദ പ്രവർത്തനത്തിനെതിരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മഹാറാലിയും സംഘടിപ്പിച്ചു. തുടയന്നൂർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ 25ഓളം വനിതാ പ്രവർത്തകർ മോട്ടോർ ബൈക്കിൽ റാലി നയിച്ചു. ആയിരക്കണക്കിന് CPI പ്രവർത്തകർ റാലിയിൽ പങ്കെടുത്തു. മണൽവട്ടത്ത് വെച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ ലോക്കൽ കമ്മിറ്റി അംഗം P. രാജു അധ്യക്ഷം വഹിച്ചു. പരിപാടികളുടെ ഉദ്ഘാടനം R. ലതാദേവി നിർവഹിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് രാജ്യത്ത് നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെയും രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിനും പാർട്ടി ഒറ്റക്കെട്ടാണെന്ന് പ്രതിജ്ഞയെടുത്തു. കടയ്ക്കൽ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി S. ബുഹാരി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. CPI-യുടെ പ്രമുഖ നേതാക്കളായ JC അനിൽ, കണ്ണങ്കോട് സുധാകരൻ തുടങ്ങി നിരവധി നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. അതുമായി ബന്ധപ്പെട്ട ആമുഖ പ്രഭാഷണം നടത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗവും നമ്മുടെ മുൻ MLA-യും നമ്മുടെ നാട്ടുകാരിയും നമ്മുടെ പാർട്ടി പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന സഖാവ് ഡോക്ടർ R. ലതാദേവിയെ വളരെ സന്തോഷപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നിവിടെ നടക്കുന്ന ദേശാഭിമാന പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് S. ബുഹാരിയാണ്. വളരെ സന്തോഷപൂർവ്വം ആ സഖാവിനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കൗൺസിൽ അംഗം തുടങ്ങിയവരിലെ പാർട്ടി പ്രവർത്തനങ്ങൾക്കെല്ലാം നിർണായകത്വം വഹിക്കുന്ന സഖാവ് JC അനിലിനെ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കമ്മ്യൂണിസ്റ്റ് മുഴുവൻ സഖാക്കൾക്കും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ ലതാദേവി, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സഖാവ് S. ബുഹാരി, സഖാവ് JC അനിൽ, സഖാവ് പ്രതിലാൽ, സഖാവ് ഹരിലാൽ തുടങ്ങി സഖാവ് നിതീഷ് തുടങ്ങി ഉപരി കമ്മിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ സഖാക്കൾക്കും ഈ പ്രകടനത്തിലും യോഗത്തിലും പങ്കെടുത്ത മുഴുവൻ സഖാക്കൾക്കും അനുഭാവികൾക്കും ഈ സമ്മേളനം വീക്ഷിച്ച ഈ പ്രദേശത്തെ മുഴുവൻ ബഹുജനങ്ങൾക്കും ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടിയും സംഘാടക സമിതിക്ക് വേണ്ടിയും നന്ദി അറിയിക്കുന്നു. ഈ സമ്മേളനം അവസാനിച്ചതായി അറിയിച്ചു. അവർക്ക് ജാതിയില്ല, അവർക്ക് മതമില്ല, അവർക്ക് രാഷ്ട്രീയമില്ല. അവരെല്ലാവരും ഇന്ത്യക്കാരാണ്. നമ്മുടെ സഹോദരങ്ങളെ നിഷ്ഠൂരമായിട്ട് നമ്മുടെ അതിർത്തിക്കുള്ളിൽ നമ്മുടെ രാജ്യത്തിനകത്തിട്ട് വളരെ ക്രൂരമായിട്ട് കൊല ചെയ്തതിന്റെ എല്ലാ തരത്തിലുള്ള പ്രതിഷേധവും അതിശക്തമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടക്കുരുതിയെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപലപിക്കുന്നതിനോടൊപ്പം തന്നെ അവരെ ചെറുക്കുന്നതിനെതിരായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് എന്നേക്കുമായിട്ട് വിരാമം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനികമായിട്ടുള്ള എല്ലാ നീക്കങ്ങളെയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2 കൈയും നീട്ടി സ്വാഗതം ചെയ്യുന്നു. കളിയാണേ
ക്ഷേത്രവും